മുൻപ് പ്രണയിച്ചിട്ടുള്ള ഒരാളുമായിട്ട് ഹെൽത്തിയായ ഒരു സൗഹൃദ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സൈക്കോളജിക്കലി ഇമ്പോസിബിൾ ആണ് എന്ന സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം, അനുഭവം അതെന്താണെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. പോസിബിൾ ആണോന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്ന, ലോജിക്കലായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന, ഭാവിയെക്കുറിച്ച് ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേറ്റ് ആവുകയും സബ് കോൺഷ്യസ് ആയിട്ട് അവസ്ഥയിലോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭയങ്കര പാടായിരിക്കും. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിയുമായിട്ട് ആരംഭിച്ചിരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലും എൻഡ് ചെയ്തിരിക്കുന്നത് കോൺഷ്യസ് മൈൻഡിലും ആണ്. ആ ഒരു അവസ്ഥയിൽ അവരുടെ അടുത്തുള്ള നിങ്ങളുടെ പല ഫീലിങ്സും മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ അതെല്ലാം തിരിച്ചു വരാനായിട്ടുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ട്രിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആ വ്യക്തികളുമായിട്ട് വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുകയോ അവരുമായിട്ടൊരു യാത്ര പോവുകയോ ഇടപെടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പഴയ ആ ഒരു മെമ്മറിയും കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നിട്ട് കണക്ട് ആയി പോവാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. ഉള്ള യാഥാർത്ഥ്യം അതേപോലെ നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. നിങ്ങളെ വഴിക്ക് പോട്ടെ, അവരവരുടെ വഴിക്ക് പോട്ടെ. നിങ്ങൾക്ക് ഒരു പാർട്ണർ ഉണ്ട്, ഹാപ്പി ആയിട്ട് അവരുമായിട്ട് ജീവിക്കുക. ആ ഒരു വ്യക്തിയും അവരുടെ ഫാമിലി ലൈഫ് നല്ല രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ. നമ്മുടെ കോൺഫിഡൻസിനകത്താണല്ലോ ഇരിക്കുന്നത്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നിലനിൽക്കാൻ പറ്റുന്നു എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, തീരുമാനം എടുക്കാനായിട്ട് ഒരു കൺഫ്യൂഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പാടാണ് എസ്കേപ്പ് ആവുക.